ഓരോ സിനിമയും നമുക്കൊരു ഓർമ്മയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ചില കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ചില ഡയലോഗ്സ് ആയിരിക്കാം. അങ്ങനെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് 1994 പുറത്തിറങ്ങിയ മേലെ പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമ. ഞാൻ ആദ്യമായിട്ട് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന വാക്ക് പഠിച്ചത് ഈ സിനിമയിൽ നിന്നാണ്. അതുപോലെ ആ പാട്ട് വെള്ളിത്തിങ്കൾ പൊങ്ങിണ്ണം എന്ന് തുടങ്ങുന്ന പാട്ട്, അതുപോലെ ജഗതി ചേട്ടൻ്റെ എന്താ പറയുക, ഒന്നിനും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡയലോഗ്സ്. അച്ഛ പാണ്ട്, അതുപോലെ വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളും നല്ല തമാശയും ഒരു തമിഴ് കൾച്ചർ എല്ലാം നമുക്ക് മനസ്സിലാക്കി തന്ന സിനിമ. ഈ സിനിമയുടെ അന്നത്തെ സമയത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ പിന്നണിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാനുള്ള സമയമായിട്ടുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. നല്ല വാസനയുണ്ട്. ശരിക്കും ഗിരീഷ് പുത്തഞ്ചേരിയുടെയാണ് അതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഗുഡ് നൈറ്റ് ഫിലിംസ് ഇത് വേറെ ആരെയോ വെച്ച് സിനിമ ആക്കാൻ വേണ്ടി ഗിരീഷിൻ്റെ കയ്യിൽ നിന്ന് റൈറ്റ്സ് മേടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോഴാണ് എന്നോട് ജയറാം പറയുന്നത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതൊന്ന് കേട്ട് നോക്കാൻ. അങ്ങനെ ഞാൻ ഗുഡ് നൈറ്റിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഇത് എടുത്ത് വായിച്ച് നോക്കി. ഒരു 4 പേജിൽ അടങ്ങുന്നൊരു ചെറിയ ചുരുക്കം. പക്ഷേ എനിക്കതിനകത്ത് ആ കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതിനെ ഒന്ന് സ്വന്തമായിട്ട് ആലോചിച്ചൊരു 15 പേജാക്കി വളർത്തി. അപ്പോൾ ആ സമയത്ത് മാണി സി കാപ്പരമറ്റൊരു പടത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, അതൊന്ന് കേട്ട് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞാൻ ഈ ഡെവലപ്പ് ചെയ്ത വെർഷൻ പുള്ളിയെന്ന് പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നമ്മൾ സിനിമയാക്കുന്നു, രാജസേനന് ഇഷ്ടപ്പെട്ട നടൻ, നടി, ടെക്നീഷ്യൻസ് എല്ലാം സ്വന്തമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടോ അത്, കാരണം കഥ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് രഘുനാഥ് പലേരിയെ കൊണ്ട് ഇത് എഴുതിപ്പിക്കാം. അപ്പോൾ അദ്ദേഹം കൊല്ലത്തുണ്ട്, അപ്പോൾ കൊല്ലത്തൊരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗിരീഷ് വയ്ക്കും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് രഘുവിനോട് ഈ കഥയുടെ ഒരു ചുരുക്കം പറഞ്ഞു. രഘുവിന് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ജയറാമിനെ വിളിച്ച കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ജയറാം പറഞ്ഞു ഇങ്ങനെ ഗുഡ് നൈറ്റിലാണ് അതിൻ്റെ റൈറ്റ്സ്. ഞാൻ പറഞ്ഞു അവിടെ തന്നെയാണ് ഞാൻ വായിച്ചതും. അപ്പോൾ അവരുമായിട്ട് മോഹനുമായിട്ടൊന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മോഹനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ 20,000 രൂപ കൊടുത്തതാണ് ഗിരീഷിൻ്റെ നിന്ന് വാങ്ങിയത്, ആ 20,000 ഓഫീസിൽ കൊടുത്തിട്ട് അത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 20,000 രൂപ കൊണ്ട് കൊടുത്ത് ആ ഗിരീഷിൻ്റെ കൈപ്പടയിലുള്ള ആ കണ്ടൻറ്റ് വാങ്ങിയിട്ടാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്.